മാത്സിനെ പേടിയോടെ നിൽക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് ഇത് മക്കളെ. 2 ചാപ്റ്റർ പഠിച്ചാൽ ഓണം എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചേ മതിയാവും. ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഏഗർ ലേണിംഗ്. മാത്സ് ആൻഡ് ഓണം എക്സാം. ഓണം എക്സാമിന് മാത്സ് പഠിക്കണ്ടേ? മാത്സ് പഠിക്കുമ്പോൾ പല ആൾക്കാർക്കും പേടിയാണ്. എനിക്ക് മാത്സിൽ മാർക്ക് വാങ്ങാൻ പറ്റുമോ? മാത്സ് ഒരുപാട് പഠിക്കാനുണ്ട്, എന്നെ കൊണ്ട് പറ്റുമോ? മാത്സിൽ എങ്ങനെ ഫുൾ മാർക്ക് വാങ്ങാം, അല്ല മാത്സിൽ എങ്ങനെ A+ വാങ്ങാം? ഇങ്ങനെയൊക്കെ ആലോചിച്ച് മാത്സിനെ പേടിയോടെ നിൽക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് ഇത് മക്കളെ. കൃത്യമായിട്ട് മാത്സ് എങ്ങനെ ഫുൾ മാർക്ക് വാങ്ങണമെന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തൊക്കെയാണ് മാത്സിൽ നമ്മൾ ചെയ്യേണ്ടത്, ഓണം എക്സാമിന് എങ്ങനെ മാത്സിൽ ഫുൾ മാർക്ക് വാങ്ങാമെന്ന് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യം കാണാം, മാത്സ് ഓണം എക്സാം ആണ് നമ്മുടെ ടോപ്പിക്. ഇനി ഇതിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഏത് സബ്ജക്റ്റ് ആയാലും പഠിക്കുമ്പോൾ നമ്മുടെ എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണമെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ചാപ്റ്റേഴ്സ്. മാത്സിൽ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ്. 4 ചാപ്റ്റേഴ്സ് ആണ്. ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒന്നാമത്തെ ചാപ്റ്റർ അരിത്മെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്റർ. രണ്ടാമത്തേത് ഏതാണ്? സർക്കിൾസ്, വൃത്തങ്ങൾ എന്ന് പറയുന്ന ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ആണ്. റെഡി അല്ലേ? ഇനി പിന്നെ വരുന്ന ഏതാണ്? മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ്, സാധ്യതകളുടെ ഗണിതം എന്ന് പറയുന്ന ചാപ്റ്റർ. പിന്നെ വരുന്ന 4ാമത്തെ ചാപ്റ്റർ ആണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, രണ്ടാം കൃതി സമവാക്യങ്ങൾ. ഈ 4 ചാപ്റ്റേഴ്സ് ആണ് ഓണം എക്സാമിന് നമുക്ക് പഠിക്കാനുള്ളത്. ഇനിയാണ് ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്തുതരാം. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, രണ്ടാം കൃതി സമവാക്യങ്ങളിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചില സ്കൂളുകളിൽ മുഴുവനായിട്ട് ആ ചാപ്റ്റർ എടുക്കൂല. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ഓണം എക്സാമിന് വരുന്ന ഈ 4ാമത്തെ ചാപ്റ്ററിൽ മുഴുവനായിട്ടുണ്ടാവില്ല, ഫുൾ ചാപ്റ്റർ ഉണ്ടാവില്ല. ചിലപ്പോൾ പകുതി ആയിരിക്കും, അല്ലെങ്കിൽ എടുത്ത ടോപ്പിക് വരെ ആയിരിക്കും. സോ ഈ 4ാം ചാപ്റ്റർ ഡിപ്പെൻഡ് ആയിരിക്കും എങ്ങനെയാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാന്നുള്ളത്. പക്ഷേ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഇവർ 100% ഉറപ്പാണ്. ഇനി ഇവർ 100% ഉറപ്പാണ്, ഇത് മാത്രം പഠിച്ചാൽ മതി. പക്ഷെ നിങ്ങൾ ആലോചിക്കുന്ന ഒരു കാര്യമാണ്, സാറേ ഇത് 3 ചാപ്റ്റേഴ്സ് പഠിക്കാം, പക്ഷെ എങ്ങനെ പഠിക്കണം, എനിക്ക് ഒരിക്കലും മാർക്ക് വാങ്ങാൻ പറ്റുന്നില്ല, ഇവരെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് തോന്നുന്ന മക്കളാണെങ്കിൽ, അതിന് നമ്മൾ 2ാമത്തെ പോയിന്റ് ആണ് ഈ ചാപ്റ്റേഴ്സിന്റെ ഓരോ ചാപ്റ്ററിലും ഓണം എക്സാമിന് വരുന്ന വെയിറ്റേജ് അറിഞ്ഞ് പഠിക്കുക എന്നുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ, 2 ചാപ്റ്റർ പഠിച്ചാൽ, നിങ്ങൾ 2 ചാപ്റ്റർ പഠിച്ചാൽ ഓണം എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചേ മതിയാവൂ. 2 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക്, ഓൾമോസ്റ്റ് ഫുൾ മാർക്ക് എന്ന് ഞാൻ പറയുമെങ്കിലും ഫുൾ മാർക്ക് തന്നെ വാങ്ങാൻ പറ്റും. A+ വാങ്ങുന്ന പോട്ടെ, ഫുൾ മാർക്കാണ് വാങ്ങാൻ പോകുന്നത്. അതെങ്ങനെ മനസ്സിലായി സാറേ? അതെങ്ങനെ ശരിയാവും 2 ചാപ്റ്റർ പഠിച്ചാൽ ഫുൾ മാർക്ക് വാങ്ങാന്നുള്ളത്? അതിനാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരു അനാലിസിസ് കാണാൻ പറ്റും. നമ്മുടെ 2023-24 വർഷങ്ങളിൽ ഫസ്റ്റ് ടേമിന് ഓണം എക്സാമിന് ഓരോ ചാപ്റ്ററിൽ നിന്നും വന്ന ക്വസ്റ്റ്യൻസിന്റെ വെയിറ്റേജ് ആണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ടോട്ടൽ മാർക്ക്, അതായത് 80 മാർക്കാണ് മാക്സിമം വരുന്നത്. എന്നാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 110 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 110 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കാരണം ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് അടക്കം 110 മാർക്കിനാണ് ഉണ്ടാവുക. ഇനി അതിൽ തന്നെ ഓരോ ചാപ്റ്റർ വൈസ് നോക്കിക്കേ. ഒന്നാമത്തെ ചാപ്റ്റർ അരിത്മെറ്റിക് സീക്വൻസിന്റെ വെയിറ്റേജ് 2023 39 മാർക്കിന് ചോദിച്ചു. 2024 ആയപ്പോഴോ അത് 39 മാർക്ക്. അതായത് 80 മാർക്കാണ് ഫുൾ മാർക്ക് വാങ്ങാൻ. ഏകദേശം പകുതിയോളം മാർക്ക് ഒരു ചാപ്റ്ററിൽ തന്നെ നമുക്ക് കിട്ടി. ഈ 2ാമത്തെ ചാപ്റ്റർ ഏതാണ്? സർക്കിൾസ്, വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ. എഗെയിൻ 2023 43 മാർക്കിനാണ് ചോദിച്ചത് സർക്കിൾസ് നിന്നും. 2024 വന്നപ്പോഴോ 39 മാർക്കിന് ചോദിച്ചു. ഓൾമോസ്റ്റ് പകുതി, അല്ലെങ്കിൽ പകുതിയിൽ കൂടുതൽ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഓണം എക്സാമിന് ചോദിക്കുന്നു. ഇനി 3ാമത്തെ ചാപ്റ്റർ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ്, സാധ്യതകളുടെ ഗണിതം, 18 മാർക്കിനാണ് 2023 ചോദിച്ചത്. അതേപോലെ 2024 14 മാർക്കിനാണ് ചോദിച്ചത്. ഓക്കെ, ഇനി അതേപോലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്നാണ് ഇവിടെ വരുന്നത്. ഏറ്റവും വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റർ ഏതാണ്? രണ്ടാം കൃതി സമവാക്യങ്ങളാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ആണ്. 5 മാർക്കിനാണ് 2023 ചോദിച്ചത്. 2024 13. അവിടെ 5 മാർക്ക് തരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആ ടോപ്പിക് കുറച്ച് കട്ട് ചെയ്തിരുന്നു, ആ ചാപ്റ്ററിന് കുറച്ച് ടോപ്പിക് കട്ട് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് 5 മാർക്കിന് മാത്രം അവിടെ ക്വസ്റ്റ്യൻ വന്നത്. ഇനി നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ 39 ഏകദേശം 78 മാർക്കോളം നമുക്ക് ഓണം എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റുന്നു.
പിന്നെ ഒരു 5 മാർക്ക് ഉണ്ടല്ലോ, അത് പാറ്റേൺ ക്വസ്റ്റ്യൻ ഉണ്ട്. അഞ്ചാമത്തെ അവസാനത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 5 മാർക്കിന് വരുന്ന അവസാനത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പാറ്റേൺ ക്വസ്റ്റ്യൻ. മേ ബി പാറ്റേൺ ക്വസ്റ്റ്യൻ, ഒരു പാസേജ് എന്നത് വായിച്ച് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. മേ ബി സീരീസ് ആയിരിക്കും, അല്ലെങ്കിൽ സീക്വൻസ് ആയിരിക്കും. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പാറ്റേൺ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ആ 5 മാർക്ക് കൂടി വാങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ 2 ചാപ്റ്ററും ഈ 5 മാർക്കും ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം? സിമ്പിൾ ആയിട്ട് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. അപ്പൊ ഫുൾ മാർക്ക് വാങ്ങുന്ന ഒരു പണിയല്ല, ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് തെറോക്കി പഠിച്ചാൽ മതി. പക്ഷെ അവിടെയാണ് പ്രശ്നം. സാറേ 2 ചാപ്റ്റേഴ്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എടാ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഇതിലുള്ള ഈ ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ള അടിപൊളി സ്റ്റഡി പ്ലാൻ എൻ്റെ കയ്യിൽ റെഡിയാണ്. അതുമായിട്ട് ഞാൻ വരട്ടോ. പിന്നെ അതേപോലെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ്, സിമ്പിൾ ചാപ്റ്റർ ആണ്, അതിൽ നിന്നും മാർക്ക് വാങ്ങാൻ പറ്റും. അപ്പം നമുക്ക് ആക്ച്വലി വരുമ്പം 80-ൽ കൂടുതൽ മാർക്ക് വാങ്ങാന്ന് പറഞ്ഞാൽ അത്ര വലിയ പണിയൊന്നുമില്ല. നിങ്ങൾ വർക്ക് ചെയ്താൽ മാത്രം മതി. അതിനുള്ള പ്രയാസങ്ങൾ, അതിനുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ എൻ്റെ കയ്യിലുണ്ട്. അതുമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതാണ്. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങൾ ഇത്ര കൗണ്ട് കൂടുതലാക്കിയാൽ, അല്ലെങ്കിൽ ഈ വീഡിയോസിൻ്റെ വ്യൂ ഒരു 10K കൂടുതലാക്കിയാൽ എനിക്ക് അത്രയും സന്തോഷം. എനിക്ക് അടുത്ത കണ്ടന്റ് ചെയ്യാനുള്ള സന്തോഷം, അല്ലെങ്കിൽ ആവേശം ഇനിയും കൂടും. സോ നിങ്ങൾ എന്താക്കുക? മാക്സിമം ഷെയർ ചെയ്ത് ഇതിൻ്റെ വ്യൂസ് കൂട്ടുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയുമായിട്ട് സ്റ്റഡി പ്ലാനുമായിട്ട് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതായിട്ട് വരുന്നുണ്ട്. 2 പോയിന്റ്സ് ഡിസ്കസ് ചെയ്തു, ഇനിയും പോയിന്റ്സ് ഉണ്ട്. സോ മക്കളെ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഓണം എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങാൻ വളരെ എളുപ്പമാണ്. ഞാനിത് ആ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ്. ഒന്നും കൂടി റിമൈൻഡ് ചെയ്യാണ്, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. സീ യു.